നമസ്കാരം. കഴിഞ്ഞ ദിവസം രേണു സുധിയും പ്രതീഷും കൂടി ചേർന്ന് ഒരു ലക്കി ഡ്രോ നടത്തുന്നതിന്റെ പ്രമോഷണൽ വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ആ പ്രമോഷണൽ വീഡിയോയിൽ എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലക്കി ഡ്രോ നടത്തുന്നത് അങ്ങനെയൊന്നും പറയുന്നില്ല. ജസ്റ്റ് സമ്മാനം എന്തൊക്കെയാണ് എന്ന് മാത്രമാണ് പറയുന്നത്. പിന്നെ അതിന്റെ ഒപ്പം ഒരു നമ്പറും കൊടുത്തിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ ഈ പ്രതീഷിന്റെയും രേണു സുധിയുടെയും ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയയും ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ വീഡിയോ കാണാൻ പറ്റത്തില്ല. കാരണം രണ്ടെണ്ണവും ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഉടായിപ്പായിട്ടുള്ള കാര്യം കാശ് വാങ്ങിച്ച് പ്രൊമോട്ട് ചെയ്യുകയാണ് രണ്ടും ചെയ്തത്. ഇല്ലീഗലാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ വിഷയം വന്നതോടു കൂടിയിട്ടാണ് ഈ ലക്കി ഡ്രോ എന്ന് പറയുന്നത് നടത്താൻ പാടില്ല, അത് ഇല്ലീഗലാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായത്. എല്ലാവർക്കും അതിനെ പറ്റിയിട്ട് മനസ്സിലായിട്ടും ഇപ്പോഴും പലരും ഇതുപോലുള്ള ലക്കി ഡ്രോ നടത്തുന്നുണ്ട്. കാരണം ഇതിന്റെ പിന്നിൽ വലിയൊരു ബിസിനസ് ഉണ്ട്, വലിയൊരു മാഫിയ ഉണ്ട്. നോർമൽ ആയിട്ടുള്ള ഒരു വീട് വിറ്റ് കിട്ടുന്നതിനേക്കാട്ടിൽ ഇരട്ടി തുക ഈ ലക്കി ഡ്രോ നടത്തി കഴിഞ്ഞാൽ കിട്ടും. ഇപ്പം നമുക്കൊരു വീടുണ്ട്, 5 സെന്റ് സ്ഥലത്ത് ഒരു വീടുണ്ട്. ആ വീട് നമുക്ക് വിൽക്കണം. നോർമലായിട്ട് നമ്മൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് കുറേ നഷ്ടങ്ങൾ വരും. അതോടൊപ്പം തന്നെ കുറച്ച് പൈസയെ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര പൈസ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അതേസമയം നമ്മൾ ആ വീട് ലക്കി ഡ്രോ വെച്ചിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിലോ എന്തുമായിരിക്കും, നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടി തുക കിട്ടുകയും ചെയ്യും. പ്രൊമോഷൻ ചെയ്തവർക്കൊക്കെ കമ്മീഷൻ കൊടുക്കാം. എല്ലാവർക്കും കമ്മീഷൻ കൊടുത്തിട്ട് ഒരു നല്ല തുക നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പൊ ഇത് നമ്പർ 1 ഉടായിപ്പല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ബിസിനസ് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാരും ഇപ്പൊ ലക്കി ഡ്രോ നടത്തുന്നുണ്ട്. അപ്പൊ ദയവ് ഇത് ഇത്തരം കാര്യങ്ങൾ ആരും പ്രൊമോട്ട് ചെയ്യാതെ ഇരിക്കുക. ഇത് ഇല്ലീഗലാണ്, ഉടായിപ്പാണ്, ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഏതായാലും ഈ രേണു സുധി പ്രൊമോട്ട് ചെയ്ത ആ ലക്കി ഡ്രോയും ഉടായിപ്പാണ്, തട്ടിപ്പാണ്. അതിന്റെ പിന്നിൽ വേറൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി മറച്ചു വെച്ചിട്ടാണ് ഇവർ ഈ പ്രൊമോഷണൽ വീഡിയോ ചെയ്തത്. ആ സ്റ്റോറിയും കൂടി നമ്മളെടുത്ത് പറയണം. എന്ത് കാര്യത്തിനാണ് ലക്കി ഡ്രോ നടത്തുന്നത് എന്ന് നമ്മളെടുത്ത് പറയണ്ടായോ? ഇവിടെ പറയുന്നില്ല. ഇപ്പോൾ ഇതിനു മുമ്പൊക്കെ എന്തെങ്കിലും ഒരു ചാരിറ്റി, ഒരാൾക്ക് വയ്യ, അയാൾക്ക് അസുഖമാണ്, അപ്പോൾ അയാൾക്ക് പൈസ പിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലക്കി ഡ്രോ നടത്താറുണ്ട്. അതെന്നുണ്ടെങ്കിൽ ഒരാൾ കടം കയറി വഴിയാധാരമാകാൻ പോവുകയാണ്, അപ്പോൾ അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ലക്കി ഡ്രോ നടത്താറുണ്ട്. ഇപ്പോൾ കാരണം പോലും പറയാതെയാണ് ലക്കി ഡ്രോ നടത്തുന്നത്. അപ്പോൾ ഈ രേണു സുധി ചെയ്ത പരസ്യത്തിൻ്റെ അടിയിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ നമ്പറിൽ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ വിളിച്ചപ്പോഴാണ് ഇതിന്റെ പിന്നിലുള്ള ചതി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ഏതായാലും ആ വിളിച്ച വോയിസ് റെക്കോർഡ് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഹലോ, ഞാനേ മലപ്പുറത്താണ് വിളിക്കുന്നത്. ലക്കി കൂപ്പന്റെ ഒരു വീഡിയോ ഉണ്ട്. ഇത് എവിടെയാ വീട്? ഇത് വണ്ടൂരാണ്, വണ്ടൂർ ഏരിയാട്. വണ്ടൂർ ഏരിയാട് അവിടെയാണ് നമ്മളെ ഈ വീടുള്ളത്. അവിടെയാണ്. അല്ല, ഇത് നിങ്ങള് കൊടുക്കാൻ കാരണം? നമ്മള് നിങ്ങളോട് പേഴ്സണായിട്ട് പറയുകയാണെങ്കിൽ ലോൺ ഉണ്ട്. അപ്പൊ നമ്മളൊരു കസിനിന്റെ കേട്ടല്ലോ, ലോൺ ഉണ്ട്. അതായത് ലോൺ കയറി അത് ബാങ്ക് ജപ്തി ചെയ്ത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലക്കി ഡ്രോ നടത്തുന്നത്. ഈ ലോണായിട്ട് അടയ്ക്കാതിരിക്കാൻ പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഒരാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് ലോൺ അടയ്ക്കാതിരിക്കും. അപ്പോൾ വല്ലവനും എടുത്ത ലോൺ നമ്മൾ അടച്ചു തീർക്കുകയാണ്. നമ്മുടെ കയ്യിലെ 500 രൂപ മുടക്കി വല്ലവനും എടുത്ത ലോൺ നമ്മൾ അടയ്ക്കുകയാണ്. അതിന് പുറകിലുള്ള ചതി നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതിന്റെ ആവശ്യം എന്താണ്? നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ കൊണ്ടുപോയി വല്ലവന്റെ ലോൺ അടയ്ക്കുകയാണ്. എന്തിനാ നിങ്ങൾ ഈ ഉടായ്പിലൊക്കെ ചെന്ന് ചാടുന്നത്? സത്യം പറയാമല്ലോ, എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. ലോൺ ഉണ്ട്. അപ്പൊ നമ്മളൊരു കസിനിന്റെ വീടാണത്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളെ അവിടെ ഒന്ന് സഹായിക്കുക നല്ല ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ സാധനം ലീഗലാണോ കേരളത്തില്? ഇത് ലീഗലാണ്. ഇതിപ്പോ പലരും ചെയ്യുന്നല്ലേ. പക്ഷെ ഇത് ഇല്ലീഗലാണ്. മലപ്പുറം എസ് പിന്റെ നേതൃത്വത്തില് ഓൾറെഡി പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്ത സാധനത്തിന് മുകളിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് ഇല്ലീഗലും ആണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇത് ഇല്ലീഗലാണ്. ഇതിപ്പോ നമ്മളിങ്ങനെ ഒരു പർപ്പസ് ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ആ വീഡിയോയിൽ നിങ്ങൾ ആ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കുറച്ച് പബ്ലിസിറ്റി കിട്ടിക്കഴിയുമ്പോൾ നാട്ടുകാരെ എങ്ങനെ പറ്റിക്കണമെന്ന് റിസർച്ച് ചെയ്ത് നടക്കാണ്. ഇപ്പൊ മനസ്സിലായല്ലോ രേണുവിനെ എന്തുകൊണ്ടാണ് എല്ലാവരും ഉപദേശിക്കുന്നത്. ഇനി ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല, നന്നാവാൻ പോകത്തില്ല. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ് പുള്ളിക്കാരിയുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പൊക്കോട്ടെ. പക്ഷെ ഒരു കുഴപ്പമില്ല. പുള്ളിക്കാരി ഷോർട്ട് ഫിലിം ചെയ്തോട്ടെ, മോഡലിംഗ് ചെയ്തോട്ടെ, വാട്ടെവർ, നമുക്കതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഇതുപോലുള്ള ഉടായ്പൊന്നും പ്രൊമോട്ട് ചെയ്യാതെ ഇരിക്കാം. രണ്ടെണ്ണം കാശ് വാങ്ങിച്ചിട്ടാണ് ഈ ഉടായ്പ പ്രൊമോട്ട് ചെയ്യുന്നത്. ചുമ്മാ ഒന്നും പ്രൊമോഷണൽ വീഡിയോ ചെയ്യത്തില്ല. ഒരു ഇൻഫ്ലുവൻസറും ചുമ്മാതെ പ്രൊമോഷണൽ വീഡിയോ ചെയ്യത്തില്ല. അപ്പൊ കാശ് വാങ്ങിച്ചിട്ട് അതിന്റെ പിന്നാമ്പുറത്തുള്ള കാര്യങ്ങൾ പോലും അന്വേഷിക്കുന്നില്ല.
നമ്മളിപ്പോൾ ഒരു പരസ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ പുറകിൽ എന്താണ്, അത് ലീഗലാണോ ഇല്ലീഗലാണോ, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഈ കാണുന്ന ചവറുകളെല്ലാം കൊണ്ടുവന്ന് അങ്ങ് പ്രൊമോഷണൽ വീഡിയോ ചെയ്യുവാണ്. പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചവറും എന്ത് മാലിന്യവും വന്ന് ചെയ്യും. അതാണ്, അങ്ങനെ മാറിയേക്കാണ്. ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിലേക്ക് മാറിയേക്കാണ് ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സ്. ഇനി നമുക്ക് രേണുസുധിയെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കേണ്ടി വരും, അതൊരു ഗതികേടാണ്. പക്ഷേ പലരും ഇപ്പോൾ രേണുസുധിയെ ഇൻഫ്ലുവൻസർ എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. എന്ത് കാര്യത്തിന്, എന്ത് ഇൻഫ്ലുവൻസ്? എത്രയോ നല്ല രീതിയിൽ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം എത്രയോ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, നല്ല രീതിയിൽ. ഈ മോഡലിംഗ് ഫീൽഡിൽ തന്നെയുണ്ട്, മോഡലിംഗ് ഫീൽഡിലും ഫിലിം ഫീൽഡിലും എല്ലാ ഫീൽഡിലും അത്തരത്തിലുള്ള സ്ത്രീകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവരെ നമുക്ക് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാം. അവരൊക്കെ നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസിങ് ആണ്. ഇവർ എന്ത് ഇൻഫ്ലുവൻസ് ആണോ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താ പറയാ, നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാനാണെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു വീഡിയോ രേണുവിനെ കൊണ്ടും വേറൊരു പയ്യനെ കൊണ്ട് ചെയ്യിച്ചു. നമ്മളിപ്പോ ആ വീട്, പിന്നെ നമ്മളിപ്പോ ഒരാള് ഇങ്ങനെ കടത്തിൽ മുങ്ങിയൊക്കെയാണ് ഈ വീട്, അല്ലെങ്കിൽ ഇത് ജപ്തിയായി പോവും, സംഭവം നമുക്ക് തിരിച്ചു കിട്ടൂല എന്ന് ഒരാളോട് പറഞ്ഞ് കച്ചവടമാക്കുമ്പോൾ ചിലപ്പോൾ അതിനൊന്നും കിട്ടൂല, അവരെ കടം പോരൂല. അതെങ്ങനെ? ഇപ്പൊ എല്ലാവരും വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ രോഗി അല്ലെങ്കിൽ ആ വീടിന് സാമ്പത്തിക പ്രശ്നം അതിന് ഓണർ. നല്ല ഓപ്ഷൻ ആയിരുന്നു, പക്ഷെ നമുക്ക് ആ സമയത്ത് നല്ല ഓപ്ഷൻ അല്ല. ആ വീഡിയോ ഇങ്ങനത്തെ വീഡിയോ തന്നെ ചെയ്യാൻ പാടില്ല. കാരണം ഇത് പൊതുസമൂഹത്തിൽ ഈ സാധനം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇത് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണെന്നുള്ളത്. ഞങ്ങളത് അങ്ങനത്തെ ലക്ഷ്യം വെച്ചിട്ടൊന്നും അല്ല ഇപ്പൊ ചെയ്യുന്നത്. നമ്മളത് ആ വീട് എങ്ങനെയൊന്ന് ഫെയിലാക്കണം, അതേപോലെ തന്നെ നമ്മളോട് സഹകരിച്ച ആളുകൾക്ക് ഇതുപോലെ ബാക്കിയുള്ള സംഭവം. ഞാൻ പറയട്ടെ, ഈ രേണുവിന്റെയും പ്രതീഷിന്റെയും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എത്ര പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും? അതെ, നമുക്ക് കൂടുതലൊന്നും ആയിട്ടില്ല. ഇപ്പൊ നമുക്കിപ്പോ വളരെ കുറഞ്ഞ ടിക്കറ്റ് ആയിട്ട് ഇന്നലെ ഈവനിങ്ങിലാണ് ഇത് നമ്മൾ ഒരു ഇത് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയപ്പോ പിന്നെ ഒരു വളരെ കുറഞ്ഞ ടിക്കറ്റ് ഉള്ളൂ. നമുക്കിപ്പോ പോക്കറ്റിൽ എടുത്തു കൊടുക്കാൻ പറ്റുന്ന ടിക്കറ്റുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് തിരിച്ചു കൊടുക്കണം, കൊടുക്കാതിരുന്ന കാര്യം. നമ്മൾ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ കൊടുക്കും, അതല്ല വിഷയം. ഈ രേണു ആ പ്രതീക്ഷ എന്ന് പറഞ്ഞ പയ്യനും അത് ചോദിച്ചിട്ടുണ്ടോ? അത് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അവരെന്താണ് ചെയ്തേ? അവര് പേയ്മെന്റ് മേടിച്ച് ചെയ്തല്ലേ? അതെ, അവരെന്നെ ചെയ്തത്. അല്ല, അവര് പൈസ മേടിച്ചിട്ടല്ലേ ചെയ്തത്, ഫ്രീ ആയിട്ടല്ലോ. എത്ര ടിക്കറ്റ് അടിച്ചെന്നോ എത്ര ടിക്കറ്റ് വിറ്റെന്നോ അങ്ങനത്തെ കണക്കുകളൊന്നും ഇവർക്ക് അറിയത്തില്ല. പിന്നെ എന്തിനാ ഈ നമ്പർ കൊടുത്തേക്കുന്നത്? ഇതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ വിളിക്കുമല്ലോ. അപ്പൊ അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണ്ടായോ? ഒന്നും അറിയത്തില്ല. ഇത് ലീഗൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് വിറ്റോണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ അറിയാം ഇത് ഇല്ലീഗൽ ആണെന്നും ഇങ്ങനെ നടത്താൻ പാടില്ലെന്നും ഒക്കെ അറിയാം. ഒരാൾ ലോൺ എടുത്തു, വീട്ടിൽ ലോൺ കയറിയപ്പോൾ അയാളുടെ വീട് ജപ്തി ആവാതിരിക്കാൻ നമ്മൾ പൈസ കൊടുക്കണം. എന്നിട്ട് അവൻ ഇരട്ടി തുക കിട്ടും. വല്ലവനും എടുത്ത ലോൺ നമ്മൾ അടച്ചു തീർക്കുക. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ട് വല്ലവനും എടുത്ത ലോൺ അടച്ചു തീർക്കുക. നമ്മൾക്കും പ്രാരാബ്ദങ്ങളില്ലേ? ഈ പ്രാരാബ്ദങ്ങളൊക്കെ നമ്മളതൊന്നും കാര്യമാക്കത്തില്ല. അയ്യോ ലക്കി ഡ്രോ എന്ന് പറഞ്ഞുകൊണ്ട് 500 രൂപ കൊണ്ടുപോയി അങ്ങ് മുടക്കും. ഇപ്പം നമ്മുടെ അടുത്ത് ഡയറക്റ്റായിട്ട് കാര്യം പറയാം, ഒരാൾക്ക് ലോൺ എടുത്തു, അയാളുടെ വീട് ജപ്തിയിലാണ്, എന്തെങ്കിലും സഹായിക്കണം. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം നമ്മൾ ചെയ്യും. അത് ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സഹായ അഭ്യർത്ഥനയാണ്. പക്ഷേ ഈ ലക്കി ഡ്രോ ഉടായിപ്പാണ്. ആരും തല വെച്ച് കൊടുക്കരുത്. ഇരട്ടി പൈസയാണ് കിട്ടുന്നത്. ഈ ലക്കി ഡ്രോയിങ് കൊണ്ട് ഇപ്പോൾ എല്ലാവരും മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നല്ല ബെനിഫിറ്റ് കിട്ടും. നല്ല ബെനിഫിറ്റ് കിട്ടുന്നത് കൊണ്ടാണല്ലോ എല്ലാവരും ഇപ്പോൾ ഈ ലക്കി ഡ്രോയെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ ഈ ലക്കി ഡ്രോയുടെ പുറകിൽ വലിയ സംഘങ്ങളുണ്ട്. ഈ സംഘങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാരിറ്റിയൊക്കെ ഉടായിപ്പാണ്. ഈ ചാരിറ്റിയുടെ പേരും പറഞ്ഞും ലോണിൻ്റെ പേരും പറഞ്ഞും കടത്തിൻ്റെ പേരും പറഞ്ഞും ഒക്കെ വരുന്നത് ഉടായിപ്പാണ്. ആരും ചെന്ന് തല വെച്ച് കൊടുക്കരുത്. ആരും ചെന്ന് പൈസ മുടക്കാതെ ഇരിക്കുക. ഏതായാലും രേണുസുധി ഇത്ര വലിയ കാര്യമായിട്ട് പ്രൊമോഷൻ ചെയ്തിട്ടും 100 പേരെ പോയുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ വീഡിയോ എന്തായാലും ഒരു 5-6 ലക്ഷം പേര് കണ്ടിട്ടും ഇത്രയും പേരല്ലേ എടുത്തുള്ളൂ. അത്രയും വാക്കിന് വിലയുള്ളൂ. ഇപ്പൊ മനസ്സിലാക്കിക്കോണം. രേണുസുധിയുടെ വീഡിയോസ് കാണുന്ന ഭൂരിഭാഗവും രേണുസുധിയുടെ ഹേറ്റേഴ്സ് ആണ്. ഹേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആരും തന്നെ എന്തായാലും രേണുസുധി പറഞ്ഞത് പ്രകാരം ടിക്കറ്റ് എടുക്കത്തില്ല. ഒന്നും അന്വേഷിക്കാതെ പിന്നാമ്പുറത്ത് എന്താണ് നടക്കുന്നത് ഒന്നും അറിയണ്ട, പൈസ മതി. എന്നിട്ട് ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് സ്വന്തം മോനൊരു കൊടയോ ബാഗോ ഒന്നും വാങ്ങിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു. അതിന് പോലും സമയമില്ലായിരുന്നു. രേണുസുധിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? അതായത് മകൻ്റെ സ്കൂൾ തുറപ്പാണ്, കൊച്ചവൻ്റെ. അപ്പോൾ സ്കൂൾ തുറപ്പിന് മകന് പുസ്തകം വാങ്ങിക്കാനും ബാഗ് വാങ്ങിക്കാനും കുടയൊന്നും വാങ്ങിച്ചില്ല. എനിക്കൊന്നും വാങ്ങിക്കാൻ സമയമില്ലായിരുന്നു. എന്നിട്ട് ഏതോ ഒരു അച്ഛനാണ് വാങ്ങിച്ചു തന്നത്. അവിടെയും പ്രമോഷനാണ്. ഒരച്ഛൻ്റെ പേര് പറഞ്ഞ് അച്ഛനാണ് വാങ്ങിച്ചു കൊടുത്തത്. ആ അച്ഛൻ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്തു. എന്തിനു പിന്നെ നീ നടക്കുക? സ്വന്തം മോനൊരു കൊടയോ ബാഗോ ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പോലും പൈസ ഇല്ലായിരുന്നുണ്ടെങ്കിൽ, അതിന് പോലും സമയമില്ലായിരുന്നുണ്ടെങ്കിൽ നീ എന്തിനു പിന്നെ നടക്കുക ഈ പരിപാടിക്ക്? അതെൻ്റെ ഒരു ചോദ്യമാണ്.
എന്ത് വേണമെങ്കിലും ചെയ്തു, ഇതുപോലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാതെ ഇരിക്കുക. പിന്നെ പ്രൊമോട്ട് ചെയ്താലും ഒരുപാട് ആൾക്കാരൊന്നും പോയി വീഴത്തില്ല അതിനകത്ത്, രേണുസുതി പറയുന്നത് കൊണ്ട്. കാരണം ഇവരുടെയൊക്കെ വാക്കിന് ഇത്രയും വിലയുള്ളൂ, ഇത് മനസ്സിലാക്കിക്കൊള്ളുക. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് വീട്ടിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നല്ലോ. നമ്മുടെ കയ്യിലെ പരിപാടി തീർന്നു, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും തീർന്നു. ഉഡായിപ്പാണ് പ്രൊമോട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ വന്ന് മാപ്പ് പറയുക. ഞാൻ ഉഡായിപ്പാണ് പ്രൊമോട്ട് ചെയ്തത്, അതിൻ്റെ പുറകിൽ ഇങ്ങനെയൊക്കെയുള്ള ചതി ഉണ്ടായിരുന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു, എല്ലാവരും ക്ഷമിക്കുക. അതൊരു മര്യാദയാണ്. ആ ഒരു മര്യാദയെങ്കിലും കാണിക്കുക. എന്നിട്ട് ആരോടും ഒന്നും പറയാതെ വീഡിയോ ഡിലീറ്റ് ചെയ്തു, ഞാനൊന്നും അറിഞ്ഞില്ലേ നാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇത് വിളിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിലെ സത്യാവസ്ഥ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നോ? ഇല്ല. സീക്രട്ട് ഏജന്റ് വിളിച്ചത് കൊണ്ട് നമുക്ക് അറിയാൻ സാധിച്ചു ഇത് ലോൺ ഉള്ളതാണ്, ലോണുള്ള ആ ഒരു വീട് വിൽക്കുകയാണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. ഇല്ലായിരുന്നുണ്ടെങ്കിലോ നമുക്ക് അറിയാൻ പറ്റത്തില്ലായിരുന്നു. ഒരുപാട് ആൾക്കാർ ഈ ഉഡായിപ്പിൽ ചെന്ന് ചാടിയേനെ. അപ്പോൾ ഇത്തരം ഉഡായിപ്പുകൾ നടത്തുന്ന ആരെയും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, ആരെയും സഹായിക്കാൻ പാടില്ല. ഇൻഫ്ലുവൻസേഴ്സ് ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ഒരു കാര്യം പ്രൊമോട്ട് ചെയ്തതിന് മുമ്പ് അതിൻ്റെ പുറകിൽ എന്താണുള്ളത്, അത് ലീഗലാണോ ഇല്ലീഗലാണോ, അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ, ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണോ, ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം പൈസ വാങ്ങിച്ച് പ്രൊമോഷൻ വീഡിയോ ചെയ്യുക.